എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസ് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് അതിൽ നിന്ന് ഓരോരോ പ്രോപ്പർട്ടീസ് ഞാൻ എടുക്കും. അപ്പൊ ഞാൻ ഏത് പ്രോപ്പർട്ടി ആണോ എടുക്കുന്നത് അതിനെ കുറിച്ചിട്ട് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ എന്തെങ്കിലും ഒരു നല്ലൊരു ഒരു കണ്ടന്റ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ പറയണം. അത് കഴിഞ്ഞിട്ട് ആ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് വേറൊരെണ്ണം എടുക്കും. അപ്പോൾ ആദ്യം എവിടെയാണോ നിർത്തിയത് അതിനെ കണക്ട് ചെയ്ത് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകണം. ബേസിക്കലി ഒരു ചെയിൻ സ്റ്റോറി. അതെ, ഒരു ചെയിൻ സ്റ്റോറി പോലെ ഫൺ ആക്കാം, സീരിയസ് ആക്കാം, അല്ലെങ്കിൽ ഹൊറർ ആക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ. പ്രോപ്പർട്ടീസിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഥപരമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ നിർത്തരുത്, ഇങ്ങനെ ചെറുപ്രപ്രന്ന് പോണം. റെഡി? പറ്റും, നോക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ അതിനുള്ള പ്രോപ്പർട്ടീസ് ആദ്യം വരട്ടെ. ഓക്കെ, സോ നമ്മുടെ പ്രോപ്പർട്ടി ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഒരു കൊട്ട നിറയെ സാധനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഒരു കൊട്ട പണിയായിട്ടാണ് ഞാൻ ശ്രീകുട്ടിയുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ പറയേണ്ടത് ഈ കൊട്ടയെ കുറിച്ചിട്ട് തന്നെയാണ്. ആദ്യത്തെ എന്റെ പ്രോപ്പർട്ടി കൊട്ട. അപ്പം കൊട്ട എല്ലാവരും സാധാരണയായിട്ട് ഉപയോഗിക്കും, സാധനം കൊണ്ടുപോകാനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ കൊച്ചിലേക്ക് ഏറ്റവും കൂടുതൽ മുട്ട കിട്ടാൻ വേണ്ടിയായിരുന്നു കൊട്ട. കോഴിയെ പിടിച്ച് ഈ കൊട്ടയും അകത്ത് വരുത്തിച്ചിട്ട് മുട്ട വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുമായിരുന്നു. അപ്പം മുട്ട ഇട്ട കോഴിയെ കിട്ടാനായിരുന്നു ആദ്യത്തെ കൊട്ട. പിന്നെ ഈ കൊട്ട കൊണ്ട് വേറെ എന്ന് വെച്ചാൽ പണി ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ വെച്ചിട്ട് മാർഗം വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടാൻ പറ്റും. ആർക്കെങ്കിലും ഇട്ടൊരു പണി ഇട്ട് കഴിഞ്ഞാൽ നൈസായിട്ട് ആളറിയാതിരിക്കാൻ വേണ്ടി തലയിൽ വെച്ചിട്ട് ഇപ്പം പണ്ട് തോർത്തൊന്നും വേണ്ട, PP. ഇപ്പൊ ഈ PP എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്, ഈ കൊട്ടയ്ക്കകത്ത് PP ഇട്ടിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമല്ലോ. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ PP ഇങ്ങ് എടുക്കാമല്ലോ. PP എന്തിനാണ് എടുക്കുന്നത്? ഊതലല്ല, എല്ലാവരെയും അങ്ങനെ ഊതാൻ നിൽക്കരുത്. മലയാളികൾ ഊതൽ കണക്ക് എല്ലാവരെയും ഊതാൻ നിൽക്കരുത്. എന്നാലും നമുക്ക് ഊതി പഠിപ്പിക്കാം. പിന്നെ കൊച്ചിനെയൊക്കെ കളിപ്പിക്കാനും PP ഭയങ്കര നല്ലതാണ്. ചക്ക, കൊച്ചിന് ഏറ്റവും ഇഷ്ടം ഈ കാലത്ത് ചക്കയാണ്. എന്തോ ചെയ്യാനാണ്, കൊച്ച് സീസൺ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങ് ചക്കയോട് ചക്കയാണ് വൈകുന്നേരം. പിന്നെ ഇതിനകത്തൊരു ചക്കക്കുരു ഉണ്ട്, അധികമായ അമൃതം വിഷമാണ്. അപ്പം സൂക്ഷിച്ച് ചക്കക്കുരു കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം. വൈകുന്നേരം പണി കിട്ടുവേ, അതുകൊണ്ട് കൂടെ കിടക്കുന്നവർക്കൊക്കെ പണി കിട്ടും ചക്കക്കുരു. അങ്ങനെ പിന്നെ നമ്മൾ എന്തോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചക്കയുടെ എല്ലാ സാധനങ്ങളും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങ് പച്ച തൊട്ട് അകത്തുള്ള ചവണി തൊട്ട് ചക്കക്കുരു തൊട്ട് ചക്കയെ അങ്ങ് ഉപദ്രവിച്ച് കൊല്ലും മലയാളികൾ. തോക്ക് ഈ ചക്കയ്ക്ക് എപ്പോഴും തോന്നാറുണ്ട്, മലയാളികളൊക്കെ വെടിവെച്ച് തോന്നാറുണ്ട്. എൻ്റെ ചക്കയുടെ നടുക്കുള്ള ഒരു സാധനമെങ്കിലും അവർ മിസ്സാക്കാറുണ്ട്. അപ്പോൾ ചക്കയ്ക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ തോക്ക് വെച്ച് വെടിവെച്ചാലോ എന്നുള്ളത്. അങ്ങനെ വെടിവെക്കണമെന്ന് പലർക്കും, ചക്കയ്ക്ക് മാത്രമല്ല പലരും വെടിവെക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ എല്ലാ വെടിയും അങ്ങനെ ശരിയായ വെടിയല്ല. സൂക്ഷിച്ചും കണ്ട് വെടിവെച്ചില്ലെങ്കിൽ പോലീസ് കൊണ്ടുവന്നിരിക്കും. പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡെയിലി പോലീസുകാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫൈൻ അടയ്ക്കുന്നത് എന്തിനാണ്? ഈ കുപ്പി അടിച്ച് ഫിറ്റായിട്ട് മലയാളികൾ വരുമ്പോഴാണ് ഡെയിലി പോലീസുകാർ പിടിക്കുന്നത്. അപ്പോൾ കുപ്പി കണ്ടു കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിക്കാതെ മലയാളികൾക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ കുപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരണം അടിച്ച് ഫിറ്റാവുക. അങ്ങനെ അടിച്ച് ഫിറ്റായി വണ്ടിയൊക്കെ ഓടിച്ച് വല്ല ഇതൊക്കെ വരും. പിന്നെ വണ്ടി ഓടിച്ച് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഇതേ സംഭവം തന്നെ. ഗ്ലാസ് കണ്ടാലും മലയാളികൾക്ക് ആദ്യം തോന്നുന്നത് വെള്ളം അടിക്കുക എന്നുള്ളതാണ്. വണ്ടി ഓടിച്ച് അതിനകത്തിരുന്ന് രണ്ടെണ്ണം അടിച്ച് ഇപ്പം ചെയ്യല്ലേ, ഫൈൻ കൂടുതലാണ്. 25 കോടിയാണ് സർക്കാർ പറഞ്ഞ ടാർഗറ്റ്. ഫൈൻ അങ്ങ് അടിച്ച് കിട്ടും. സ്ക്രൂ ഡ്രൈവർ ഫൈൻ അടിച്ച് തരുന്ന പോലീസുകാരൻ്റെ പള്ളക്കിട്ട് കുത്തണമെന്ന് ഈ സ്പാനർ വെച്ച് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്തിനാണ് ഇവന്മാർ നമ്മളെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഒരു അച്ഛ കുത്തു കൊടുക്കണം സ്പാനർ ഇട്ടിട്ട്, അല്ലേ? സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് എന്തായാലും കുത്തല്ലേ. കുത്തെന്ന് പറഞ്ഞാൽ കുത്ത് തന്നെ, അതിന് കൂടുതലൊന്നും പറയാനില്ല. ചീപ്പ് കുത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് പല സ്ഥലത്തും എനിക്ക് ചൊറിയാറുണ്ട് ചില സമയത്ത് ഈ കുത്തിനെ പറ്റി പറയുമ്പോൾ. അപ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ളതെന്ന് വെച്ചാൽ ചീപ്പ് ചീവാനാണെന്ന് എനിക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ചീപ്പ് ചൊറിയാനാണ്. ചൊറിയുമ്പം കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അയ്യോ എൻ്റെ അമ്മോ, ഏറ്റവും നല്ലൊരു ആനന്ദമാണ്. മാങ്ങ ആനന്ദം എന്ന് പറയുമ്പോഴത്തേക്ക് മാങ്ങ തിന്നുന്നത് ഒരു ആനന്ദമാണ്. പലർക്കും പെണ്ണുങ്ങൾക്ക് നല്ല സമയത്ത് മാങ്ങ പച്ചമാങ്ങ തീറ്റിക്കാൻ ചേട്ടൻ വരാറുണ്ട്. അങ്ങനെ മാങ്ങ ഒരു അടിപൊളി സാധനമാണ്. പച്ച മാങ്ങയാണ്. പച്ച മാങ്ങ കൊണ്ട് അച്ചാറിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്വാഷ് വരെ ഉണ്ടാക്കാം. എന്ത് പറയാം, കുലുക്കി സർബത്ത് വരെ ഉണ്ടാക്കാം. കുലുക്കി സർബത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും അവന്മാർ കുലുകുന്നാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവന്മാർക്ക് ഒരു പിരി ലൂസാണെന്നുള്ളത്. ഈ സ്പാനർ വെച്ചിട്ട് എനിക്ക് എപ്പോഴും ഒന്ന് റെഡിയാക്കണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഈ സ്പാനർ അവരെ കണ്ടിട്ടില്ലേ, എടുത്തു തോക്കുന്നു, താക്കുന്നു. ഇവൻ്റെയൊക്കെ ഏതോ പിരി ലൂസായി കിടക്കുന്നുണ്ട്. ആ സ്പാനർ വെച്ച് പിടിക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു സെലോ ടാപ്പ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ വായൊന്നും അടച്ചു വെച്ചത് കുറേ നേരം ആയില്ലേ, കല എന്നൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ വായടയ്ക്കാൻ വേണ്ടി സ്വാസികർ റെഡി ആയിട്ട് വരുവാണ്. ഇവിടെ നിർത്തണോ അതോ ഇനി ഉണ്ടാക്കാം? വായടച്ച് സൂപ്പർ
ശ്രീകുട്ടി അടിപൊളിയായിട്ട് പറഞ്ഞു. ആ കണക്ഷൻസ് ഒക്കെ മാക്സിമം നന്നായിട്ട് തന്നെ ഓരോ കാര്യത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. ഒരു സ്ഥലത്ത് പോലും അതിങ്ങനെ ഡ്രോപ്പ് ആവാതെ അങ്ങനെ തന്നെ ആ ഫ്ലോ ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ കൊടുത്തതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. ശ്വേതാജി സൂപ്പർവായിരുന്നു. നല്ലൊരു ചെയിൻ എക്സ്പ്ലനേഷൻ, ഒരു സ്റ്റോറി ഉണ്ടാക്കി. അത് നന്നായിട്ട് ശ്രീകുട്ടി നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ എന്തായാലും ശ്രീകുട്ടി എനിക്ക് വേണ്ടി ഒരു ചെറിയൊരു ജോലി, ആ കൊട്ട ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുതരുമോ? പണിയേ. മാഡം എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ പണി അങ്ങോട്ട് തന്നെ കൊടുക്കണം. ആണോ? ഒന്ന് കേൾക്കാളയോ? ആണോ? പ്ലീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തുടങ്ങാം. സാസുകുട്ടി, കൊറേ ദിവസമായല്ലോ കണ്ടിട്ടടാ. ഞാൻ ഇത്ര മല പോലെ ഇവിടെ നിൽക്കുന്നത് ശ്വേതാജി കണ്ടില്ല? ഇല്ല, ഞാൻ കണ്ടില്ല. എനിക്കെന്താരോ ഈ ശ്വാസകുട്ടി എനിക്ക് ഈ കഥകൾ ചെറിയ ചെറിയ കഥകൾ ഇങ്ങനെ ഫോണിൽ വിളിച്ചിങ്ങനെ പറയുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ശ്വാസകുട്ടീനെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് നല്ലൊരു കഥ കേൾക്കണം എന്ന്. ഇന്ന് ശ്വാസകുട്ടി ഞാൻ കാണിക്കാൻ പോണ ഇതേ പണി, ശ്രീകുട്ടിക്ക് കൊടുത്ത പണി ഞാൻ ഇതെന്റെ ഐഡിയ ആയി പോയി. അപ്പൊ ഇതെന്താരോ, ഇതാണ് കൊട്ട. നമുക്ക് കൊട്ടയെന്ന് തുടങ്ങാം. കുറച്ചുകൂടി ഫാസ്റ്റ്. ശ്രീകുട്ടിക്ക് കുറച്ച് സമയം കൊടുത്തു, ഞാൻ അത്ര സമയമൊന്നും കൊടുക്കൂല. നമുക്ക് അത്ര സമയമൊന്നും ഇല്ലല്ലോ. എന്താ കൊട്ട ബാ തുടങ്ങ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൊട്ട കൊട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന എന്റെ വീട്ടിലെ കൊട്ടയാണ്. ചൂരൽ കൊട്ട, പിന്നെ എന്താ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന കൊട്ട, അങ്ങനെ പലതരം കൊട്ട. ഈ കൊട്ടയൊക്കെ ഇങ്ങനെ തലയിൽ വെച്ച് പോകുമ്പോഴായിരിക്കും, ഞാൻ പാട്ടൊക്കെ പാടി പോകുമ്പോഴായിരിക്കും അമ്മ പറയുന്നത് മിണ്ടിപ്പോരുത്, ഇനി മേലെ പാട്ട് പാടിയാൽ നിന്റെ വായിൽ ടേപ്പ് ഒട്ടിക്കുന്ന അമ്മ പറഞ്ഞ ആ വായിൽ ടേപ്പ് ഒട്ടിച്ചിട്ട് ഞാൻ ആ ടേപ്പും വെച്ചിട്ട് പാട്ടും പാടി കൊട്ടയും ചുമന്ന് പാടവരമ്പത്തിലൂടെ നടന്നു പോകുമ്പോഴായിരിക്കും ദേ ഒരുത്തൻ നിൽക്കുന്നു സ്ക്രൂ ഡ്രൈവും വെച്ച്. ഇന്നലെ ഞാൻ അവനോട് എന്തോ നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതികാരം തീർക്കാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അവൻ എന്നെ കുത്താനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഞാൻ ഓടിപ്പോയി ചക്കമരത്തെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ ചക്ക വീണ് എന്റെ തലയിൽ ചാടി ഞാൻ നിലത്ത് വീണ് കിടന്ന് കരയുമ്പോഴായിരിക്കും എനിക്ക് ആശ്വാസമായിട്ട് എൻ്റെ അമ്മ ഒരു മുറം കൊണ്ട് വീശാനായിട്ട് ഇങ്ങനെ ഓടി വരും. മോളെ എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് കാച്ചിന് വേണ്ടിയിട്ട് വീശാനായിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ കിളി പോയി നിൽക്കുമ്പോൾ എൻ്റെ അമ്മ പറയും, എടാ ആകാശി ഓടി വാ, സ്പാനറിങ് എടുത്തോണ്ട് ആ ചെറിയൊരു സ്പാനർ അവളുടെ കിറി ഒന്ന് ശരിയാക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ ഓടി വരും. പക്ഷെ അവൻ സ്പാനറിന് പകരം ചീപ്പും കൊണ്ടാണ് അവൻ ഓടി വരുന്നത്. അപ്പോൾ അവൻ ആ ചീപ്പും കൊണ്ട് എൻ്റെ മുടി ചീക്കാൻ തുടങ്ങും. ആ ചീപ്പിൽ എൻ്റെ മുടി മൊത്തം പറഞ്ഞിങ്ങനെ പോകുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ അടുത്ത് കിടന്ന് ഒരു കുപ്പി എടുത്ത് അവരുടെ തലയ്ക്കോട് ഒറ്റയടി ആകാശേ എന്ന് ഇരിക്കുമ്പോൾ കണ്ണ് കാണുന്നില്ല ശ്വേതാജി, എന്താണത്? ഇരിക്കുമ്പോഴായിരിക്കും അവൻ കരഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഈ സിനിമകൾ കണ്ടിട്ടുള്ള ടെററിസ്റ്റിനെയാണ്. അപ്പൊ അവൻ ആദ്യം തന്നെ ഒരു ഓല കൊണ്ട് ഒരു തോക്ക് ഉണ്ടാക്കി ആ തോക്ക് വെച്ച് എന്നെ വെടിവെക്കും. അപ്പൊ ഞാൻ അവന് പി ഊതി പേടിപ്പിക്കും. പേടിപ്പിക്കുമ്പോഴാണ് അമ്മൂമ്മ പറയുന്നത്, മക്കളെ നല്ല മൂവാണ്ടമാങ്ങയുടെ അച്ചാറിട്ടിട്ടുണ്ട്, നിങ്ങൾ വഴക്ക് നിർത്തിയിട്ട് ഓടി വാ എന്ന് പറയുമ്പോൾ ഞാനും അനിയനും ഓടി അച്ചാറ് കൂട്ടാൻ പോകും. അപ്പൊ അച്ചാറ് കൂട്ടാൻ പോകുമ്പോൾ അവൻ എപ്പോഴും അച്ചാറിന്റെ കൂടെ നല്ല നാടൻ കള്ള് കുടിക്കണമെന്ന് ആശയാണ്. അപ്പം ഗ്ലാസ്സിലേക്ക് കള്ളൊഴിച്ച് ഗ്ലാസ്സിൽ കള്ളും കുടിച്ച് നാടൻ മാങ്ങയും അച്ചാറും കൂട്ടി കഴിച്ച് ഞങ്ങൾ ആസ്വദിക്കും. എന്റെ അമ്മോ, എന്റെ അനിയൻ കള്ളു കുടിക്കില്ല കേട്ടോ, അവൻ ചെറിയ കുട്ടിയാണ്. എല്ലാം കഴിഞ്ഞു, ഇത്ര ഉണ്ടായിരുന്നോളോ? കുട്ടിക്ക് കൊടുത്തപ്പോ ഞാൻ വിചാരിച്ചു എന്ത് എളുപ്പമുള്ള ജോലിയാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ശ്വേതാജി അത്ര ദൂരെ ഇരിക്കുന്നത് നല്ല കാര്യട്ടോ. ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ടൈം എനിക്ക് കിട്ടി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ. അല്ല, നല്ല ഒരു പണി കൊടുത്തു, കിട്ടി. നന്നായിട്ട് ചെയ്തു. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ ഒരു പണിയായിരുന്നു. പക്ഷെ കൊള്ളാം, നന്നായി ചെയ്തു, നല്ലതായിരുന്നു അല്ലേ? രസമുണ്ട്. ഇത് ഒരാളുടെ ക്രിയേറ്റിവിറ്റിയാണ്. എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോ നന്നായിരുന്നു, വെരി ഗുഡ്. നന്ദിയുണ്ട് പ്രഭോ, നന്ദിയുണ്ട്.